നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ലോണിൽ പോവുകയാണ് വിദേശത്തേക്ക് എന്നായിരുന്നല്ലോ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിരുന്നത്. പക്ഷേ ഏത് ക്ലബിലേക്ക്, ഏത് രാജ്യത്തേക്ക്, ഏത് ലീഗിലേക്ക് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ഫുട്ബോൾ ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞു അദ്ദേഹം പോകുന്നത് ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലേക്കാണ്. പക്ഷേ അവിടെയും ക്ലബ്ബ് ഏത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒഫീഷ്യൽ ആ ക്ലബ്ബ് തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പെഴ്സിക് കെദീരി എന്നുള്ള ക്ലബ്ബിലേക്കാണ് താരം ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ക്ലബ്ബ് ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ആകെ 18 ടീമുകൾ കളിക്കുന്ന ലീഗാണ്. അതിൽ 13ാം സ്ഥാനത്തുള്ള ക്ലബ്ബിലേക്കാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ പോയിരിക്കുന്നത്. ക്ലബ്ബ് ഒഫീഷ്യലി ഇതാ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിരിക്കുകയാണ്. അവർ പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, മജീഷ്യൻ അഡ്രിയാൻ ദി മജീഷ്യൻ ലൂണ എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. നോക്കുക എന്താണ് അവരുടെ ആ ഒരു വെൽക്കം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വെൽക്കം, റിംഗിങ് ഇൻ ദി വീക്കെൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദി വിസാർഡ് ആസ് പാർട്ട് ഓഫ് ദി വൈറ്റ് പാന്തർ ഫാമിലി ദിസ് സീസൺ എന്ന് പറഞ്ഞിട്ട് അവർ സ്വാഗതം ചെയ്യുകയാണ് അഡ്രിയാൻ ലൂണയെ. വെൽക്കം അഡ്രിയാൻ ദി മജീഷ്യൻ ലൂണ. അദ്ദേഹം ഈ സീസണിലേക്ക് അവരുടെ ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ലോണിലാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തിയേക്കും. 2027 വരെയാണ് താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ ലീഗ് ആരംഭിക്കുമ്പോൾ ആകെ 2 വിദേശ താരങ്ങളെ ഇപ്പോൾ സ്ക്വാഡിൽ അവശേഷിക്കുന്നുള്ളൂ. അത് ഡ്യൂസൻ ലെഗാത്തോറും കോൾഡോ ഒബിയേറ്റയുമാണ്. അവരുടെ കാര്യത്തിലും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.